അവർ വേറെ വീട്ടിൽ താമസിച്ച് അവര് ലൈവായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബറായ ഷാജിക്കും ഷാജിന്റെ ഓക്കെ, ആരോ ഒക്കെ ലൈവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ യൂട്യൂബറായിട്ടുള്ള ഷാജി എന്ന് അവർ തന്നെ അഭിസംബോധന ചെയ്യുന്നവർ യൂട്യൂബർ എന്നാണ്. മരിച്ചുപോയ ആളെ കുറ്റം പറയുന്നത് ഒരിക്കലും ഇല്ല. മരിച്ചുപോയ ഇക്കാനെ ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. എന്റെ ഇക്കാനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അവര് തെളിവ് കാണിച്ചിട്ട് വെറുതെ അങ്ങനെ കാട്ടിയത് സ്വയമായിട്ട് വെള്ളം വെച്ചിട്ട് അടുപ്പിൽ വെള്ളം വെച്ചിട്ട് നിങ്ങളെ വെള്ളം വെച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ മേലിട്ടിട്ട് ഗ്യാസ് എത്തിച്ചുണ്ടാക്കി. അത് ഞങ്ങൾക്ക് പറ്റിയില്ല. അതിന് ഞാൻ പ്രതികരിച്ചു. പോയിട്ട് ലൈവ് ഇടാൻ പോയപ്പോ ലൈറ്റ് ഇടാൻ പറഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞാ, ഒരു 7 വയസ്സ് 8 വയസ്സിൻ്റെ അകത്ത് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി, അതിനെക്കാട്ടി മൂത്ത കുട്ടി, ഈ ബാക്കിയുള്ള കുട്ടികളെല്ലാം ചുറ്റുപാട് നിൽക്കുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യനെയും എന്താ പറയുക സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് പറയാം. കാരണം പല സാഹചര്യങ്ങളാണ് നമ്മളെ പല രീതിയിൽ പരുവപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇരുമ്പിനെ അടിച്ചടിച്ച് മറ്റേ ഒത്തിരി ചൂടാക്കി സ്റ്റീലാക്കുന്നത് പോലത്തെ പരിപാടി, നമ്മളെ ഉരുക്കാക്കി മാറ്റുന്ന പോലത്തെ. ഇവിടെ ഞാൻ ഈ ഒരു ലേഡിയുടെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. കുറേ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫീഡിനകത്താണെങ്കിൽ ഇത് കുറേ ഇങ്ങനെ വരുന്നുമുണ്ട്. അതിനകത്ത് പലതും തെറിവിളികളും ബഹളങ്ങളും കുടുംബത്തിൻ്റെ അകത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികൾ. പക്ഷേ ഇതിനകത്ത് ഒരു പോയിന്റിലാണ് ഈ പറയുന്ന പ്രസ്തുത വ്യക്തി ഷാജി ഇവരെന്നെ എന്നെ തെറിവിളിക്കുകയോ എന്നെ ഇനിയിപ്പോൾ വീട്ടിൽ വന്ന് തള്ളക്കി വിളിക്കുകയോ എന്തൊക്കെ വേണോ ചെയ്തോ ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം പറയാനാണ്. അതവർ വേണമെങ്കിൽ കേൾക്കട്ടെ, കേൾക്കാതിരിക്കുന്ന അവരുടെ ഇഷ്ടം. അതിനകത്ത് അവർക്ക് 5 കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. യത്തീമായിട്ടുള്ള കുട്ടി, യത്തീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അനാഥരാണെന്നാണോ അതോ അച്ഛൻ നഷ്ടപ്പെട്ടെന്നാണോ? എന്താണ് സംഭവം? ഇവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരുടെ ആദ്യം ഒരു ചെറിയൊരു ക്ലിപ്പ് നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. താല്പര്യമുള്ളവർ മാത്രം കാണുക. നിങ്ങൾക്ക് ഇത് വലിയ സംഭവമായിട്ടുള്ളതൊന്നുമല്ല. പക്ഷേ ഇവരുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള നിരന്തരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറി വിളി അത് ലൈവായിട്ടിട്ടും വീഡിയോ ആയിട്ടിട്ടും ഒക്കെ യൂട്യൂബിലൂടെ ഇട്ടതിന് ശേഷം അവരെക്കുറിച്ച് പറയുന്നത് അവർ യൂട്യൂബർ എന്നാണ്. എനിവേ നമുക്ക് കേൾക്കാം. കുട്ടിനെ തല്ലി പുറത്താക്കി ഇതാക്കി അവർ വേറെ വീട്ടിൽ താമസിച്ച് അവര് ലൈവായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബറായ ഷാജിക്കും ഷാജിന്റെ ഓക്കെ, ആരോ ഒക്കെ ലൈവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ യൂട്യൂബറായിട്ടുള്ള ഷാജി എന്ന് അവർ തന്നെ അഭിസംബോധന ചെയ്യുന്നവർ യൂട്യൂബർ എന്നാണ്. സോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരല്ല യൂട്യൂബറാണ്, അതാണ്. പക്ഷെ ഞാൻ ഒരു യൂട്യൂബർ ആണെന്നോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നോ ഞാൻ എന്നെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നും ഞാൻ വയ്ക്കുന്നില്ല. കാരണം അത്രത്തോളം സമൂഹത്തിനെ മൊത്തത്തിൽ പാടെ നല്ലതാക്കി കളയാമെന്നുള്ളൊരു നല്ല വീഡിയോസ് ആണോ ഞാൻ ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കിന്നും സംശയമുണ്ട്. പക്ഷേ കോണ്ടന്റ് ബേസ്ഡ് ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അവരുടെ ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് ചെയ്യുന്നു. ചില കാര്യങ്ങളിൽ തന്നെ ഒരു സാധാരണക്കാരൻ്റെ അഭിപ്രായം പറയുന്നത് മാത്രം. പക്ഷേ ഇതൊരു യൂട്യൂബറാണ് ഷാജി, നമ്മളതല്ല, അവർ ഒരു യൂട്യൂബറാണ്. ഓക്കെ, കേൾക്കാം. മക്കളുടെ പ്രശ്നങ്ങളും എനിക്ക് യൂട്യൂബിൽ ഇടാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആ മരുമകളും ഉണ്ടില്ല, അമ്മയും അച്ഛനും ആ പേരക്കുട്ടികളും മകനുമായിട്ട് മുണ്ടും. അത് അങ്ങനെയാണ്, അമ്മ അച്ഛനും വേഗം ഉണ്ടാകും. മരുമകൾക്ക് അനുഭവിച്ചത് കുറച്ച് അനുഭവിച്ച മരുമകൾക്ക് കുറച്ച് അവർക്ക് അത് റിക്കവർ ചെയ്ത് വന്ന് അവർക്ക് മിണ്ടാൻ കുറച്ച് ടൈം എടുക്കും. അവരോട് ഞാൻ ഡെയിലി വീഡിയോസ് കാണുന്നതാണ്, അവരുടെ ഏട്ടന്റെ അനിയന്റെ വീഡിയോ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ കുടുംബത്തിലുള്ള ഈ പ്രശ്നം നടത്തുന്ന എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ടെന്ന് അർത്ഥം. അതായത് അവർക്ക് യൂട്യൂബിൻ്റെ അകത്ത് റൺ ചെയ്യാനും ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ആ ഫാമിലി അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് നിരന്തരം വഴക്ക് കൂടുന്ന എല്ലാവർക്കും ചാനലുണ്ടെന്നാണ്. അവർ ലൈവായിട്ടിടും. ആ ലൈവിന് ഇവർ ലൈവായിട്ടോ അല്ലാതെ മറുപടി പറയും. ഇവർ ചില വീഡിയോകളിലേക്ക് കയറിപ്പോയി അവിടെ തെറി വിളിക്കുന്നത് ആൾക്കാരുടെ അടുത്തൊക്കെ വാടാ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്കുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം പബ്ലിക്കായിട്ട് യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചിട്ട് അതിന് യൂട്യൂബർ എന്നുള്ള രീതിയിലാണ് അവർ തന്നെ അഭിസംബോധന ചെയ്യുന്നത്. ഗുഡ്, വെരി ഗുഡ്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് എന്താ പറയാന്ന് വെച്ചാൽ ഇതാണ് അമ്മ, അച്ഛൻ, സ്വന്തം പെറ്റ ഉമ്മ, ബാക്കിയുള്ളത്. ഇതെന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. ഇത് കൈ പിടിക്കുമ്പോൾ എനിക്ക് തളിച്ചിട്ട് പറയാനാണ്. ഇത് ഇന്നലെ തൊട്ടിട്ട് ഞാൻ ഇതിന്റെ കൈ കൊണ്ട് നടക്കുക. ഇന്നലെ തൊട്ടിട്ട് എന്റെ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് ഇന്നലെ തൊട്ട് സമയമില്ല. വരുന്ന മണ്ണ ചെറുപ്പശ്ശേരി അതുപോലെ തന്നെ മണ്ണാക്കാട് എനിക്ക് വർക്കുകളുണ്ട്. എനിക്ക് പ്രൊമോഷൻ വർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ എന്റെ ചാച്ചുവിനോട് അല്ലെങ്കിൽ ചാച്ചു ക്ഷണിച്ച ഷിബൂട്ടിനെ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ തുണി അയച്ചിട്ട് കൊടുക്കുന്ന ഷാജി മക്കളുടെ മുന്നിൽ റൂം എടുത്ത് തുണി അയച്ചിട്ട് കൊടുക്കലാണോ എന്ന് കൂടി എനിക്ക് പറയാം. സെഫീന തുണി അയച്ചിട്ട് കൊടുക്കുന്നത് മക്കളുടെ മുമ്പിൽ ഞാൻ പറയാമെന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇവരുടെ മക്കൾ ഒരു 5 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഒരച്ഛനാണ്, എനിക്ക് 2 കുട്ടികളുണ്ട്. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള എല്ലാ മനുഷ്യനും പല സമയത്തിൽ വൈകാരികമായിട്ട് പല രീതിയിലൊക്കെ ഇടപെടും, പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണ്, നമ്മുടെ മക്കളുടെ മുമ്പിൽ അത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവരുടെ ഈ 5 കുട്ടികളെയും കൊണ്ട് ഇവർ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്ത് നോക്കാം. എന്താ പറയുക, നീ മാത്രമല്ല എത്തി മക്കളെ നോക്കുന്നത്, നിനക്ക് 5 ആൺകുട്ടികളല്ലേ, എനിക്ക് 4 പെൺമക്കളാണ്, ഭർത്താവ് മരിച്ചു, വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ സഹോദരിമാർ ഉമ്മ ഉപ്പ ഇല്ലായിരുന്നു. പിന്നെ വാടകയ്ക്ക് വീടെടുത്ത് അയൽ വീടുകളിൽ ജോലി ചെയ്ത് മക്കളെ വളർത്തിയപ്പോൾ മാഷാ അള്ളാ സ്വന്തം വീടായി, 3 ആളെ കല്യാണം കഴിഞ്ഞു. നീ എന്ത് പറഞ്ഞാലും ഉമ്മാനെ കുറ്റം പറഞ്ഞത് ശരിയല്ല. വയസ്സായവർക്ക് കുറച്ച് മാനസിക പ്രശ്നം ഉണ്ടാകും, അത് നീ മനസ്സിലാക്കണം. കണ്ടന്റിന് വേണ്ടി നീ എന്തും ചെയ്യും. ലോകത്തിൽ ഒരുപാട് എത്തി മക്കളുണ്ട്, ഒരുപാട് വിധവകളുണ്ട്, നീ മാത്രമല്ല, അത് മനസ്സിലാക്ക് എന്ന് പറഞ്ഞിട്ട് ആ കമൻറ്റിൽ 905 ലൈക്ക്. വയറ്റിലെ പൊക്കളിൻ്റെ മുറിവ് മാറാതെ ഉമ്മയുടെ കടപ്പാട് മാറില്ല, ബോഡി എന്നൊക്കെ വിളിക്കുന്നു. നിനക്ക് നല്ല കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇതാണ്. സോ ഇതാണ് ഇത് തന്നെ. ഇപ്പോൾ ഈ കമൻറ്റ് ഉണ്ടോ, എനിക്ക് ഈ ചാനൽ ആദ്യമാണ് അറിയുന്നത്. വീഡിയോസ് കണ്ടപ്പോൾ ലജ്ജിച്ച് പോയി, നാണമില്ലല്ലോ എന്നൊക്കെ തെറി
ആൾക്കാരും വിളിക്കുന്നു ഇതിനകത്തോട്ട്. ഓക്കെ, ഇതെല്ലാം അവരുടെ കമൻറ്റ് ബോക്സിൽ തന്നെ കിടപ്പുണ്ട്. ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോയ്ക്കകത്ത് അതിന് മുമ്പ് ഇവരുടെ ഒരു ഓൾഡ് വീഡിയോ, ഏറ്റവും പഴയ കാലത്തെ വീഡിയോ, അത് എത്ര ഓൾഡെന്ന് പറയുമ്പോഴൊരു 9 മാസത്തിന് മുമ്പായി ഓൾഡ്. മരിച്ചുപോയ ആളെ കുറ്റം പറയുന്നത് ഒരിക്കലും ഇല്ല കേട്ടോ. മരിച്ചുപോയ ഇക്കാനെ ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. എൻ്റെ ഇക്കാനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. എന്താ പറയുക, എൻ്റെ മക്കളെയും 10-15 വർഷം പൊന്നു പോലെ നോക്കിയ ഒരാളാണ് എൻ്റെ ഇക്ക. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ ഒരിക്കലും കുറ്റമല്ല പറയുന്നത്. നമ്മൾ ജീവിച്ചു വന്ന ഒരു ജീവിത രീതികളും അല്ലെങ്കിൽ നമുക്കുണ്ടായ അനുഭവങ്ങളും അങ്ങനെ ആയിരുന്നു എന്നാണ് കേട്ടോ ഞാൻ അതിൽ പറയുന്നത്. അല്ലാണ്ട് ഇക്കാനെ ഒരിക്കലും കുറ്റം പറയില്ല. പിന്നെ നമ്മളുടെ മാനസികാവസ്ഥയും കൂടി ചിന്തിക്കണമല്ലോ. പിന്നെ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക മരിച്ചത് ഇവിടെയാണോ, ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കണോ? അല്ലാട്ടോ, ഞാൻ ഇവിടെ നാട്ടിൽ വാടക വീട്ടിലായിരുന്നു. ഞങ്ങൾ ഒരു വർഷം ഇക്കാൻ്റെ കൂടെ അവിടെ മണ്ണാർക്കാട് ഒരു കൊല്ലം ഇരുന്നിട്ടുണ്ട് കേട്ടോ. കൂടെ അവിടെ ഒരു കട വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ഫ്രണ്ട് തന്നെ ഇട്ട് കൊടുത്തത്. അപ്പം അത് നോക്കി നടത്തിയിരുന്നു ആള്. അപ്പോൾ അവിടെ ഒരു കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങോട്ട് തന്നെ വരണ്ടേ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഓക്കെ, കുട്ടികളെ കാണിക്കുന്നു. ഞാൻ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. അവരുടെ കുഞ്ഞുങ്ങളെയൊന്നും പബ്ലിക്കിലേക്ക് എടുത്ത് കാണിച്ചിട്ട് അതിനെ കോണ്ടന്റ് ആക്കണമെന്ന് എനിക്കൊരു താല്പര്യമൊന്നുമില്ല. അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഇവർ ഈ പറഞ്ഞ വീഡിയോ 9 മാസത്തിന് മുമ്പ്, ഏതാണ്ട് ഇത് 9-10 മാസം മാത്രമേ ആവുന്നുള്ളൂ ഇവരുടെ ചാനൽ തുടങ്ങിയിട്ട്. അതിൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 10 മാസത്തിന് മുമ്പാണ് ഇവരുടെ ഏറ്റവും ഓൾഡസ്റ്റ് വീഡിയോ വന്നിട്ടുള്ളത്. അപ്പം ഇത് ഏതാണ്ട് 9 മാസത്തിന് മുമ്പ് ഇട്ട വീഡിയോ ആണ്. അതിൽ വളരെ മാന്യമായിട്ട് സഭ്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ടാണ് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഇത് ഇവരുടെ മക്കളെ കൊണ്ട് ചെയ്തേക്കുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് നിങ്ങളിങ്ങനെ കേൾക്കണമെന്ന് പോലും എനിക്ക് താല്പര്യമില്ല. ഞാൻ വളരെ സ്പീഡിൽ തന്നെ ഇത് ഓട്ടിച്ച് വിട്ടേക്കാം. കാരണം 5 കുട്ടികളെ അങ്ങോട്ട് മാത്രമേ സ്വന്തമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ തെറ്റായി തീരുമാനം. പിന്നെ മനസ്സിലായപ്പോൾ ഞങ്ങൾ വേണ്ട വെച്ചതാണ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇമ്മാനെ ഒഴിവാക്കി ഞങ്ങളെ മാത്രം നോക്കുന്നത് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ തെളിവ് കാണിച്ചേ ഞങ്ങൾ വെറുതെ അങ്ങനെ കാട്ടിയത്. സ്വയമായിട്ട് വെള്ളം വെച്ചിട്ട് അടുപ്പിൽ വെള്ളം വെച്ചിട്ട് നിങ്ങളെ വെള്ളം വെച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ മേലിട്ടിട്ട് ഗ്യാസ് എത്തിച്ചുണ്ടാക്കി. അത് ഞങ്ങൾക്ക് പറ്റിയില്ല. അതിന് ഞാൻ പ്രതികരിച്ചു. പോയിട്ട് ലൈവ് ഇടാൻ പോയപ്പോ ലൈറ്റ് ഇടാൻ പറഞ്ഞു. ഒരു കുഞ്ഞാ, ഒരു 7 വയസ്സ് 8 വയസ്സിൻ്റെ അകത്ത് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി, അതിനെക്കാട്ടി മൂത്ത കുട്ടി, ഈ ബാക്കിയുള്ള കുട്ടികളെല്ലാം ചുറ്റുപാട് നിൽക്കുന്നുണ്ട്. ഈ 5 കുട്ടികളെയും ഈ കുടുംബ പ്രശ്നവും സോഷ്യൽ മീഡിയക്കകത്തുള്ള ഈ ചെളിവാരി എറിയലുകളും തെറിവിളികളും ഭയങ്കരമായിട്ടുള്ള പൂരത്തെറികളും എല്ലാത്തിൻ്റെയും ദൃക്സാക്ഷികളാവുന്നത് ഈ കുട്ടികളാണ്. ഈ കുട്ടികൾക്ക്, ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വരുന്നു. എന്ത് തരത്തിലുള്ള പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാം. മക്കളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തിയിട്ട്. പാവമക്കൾ ഒരു ആപത്തിനും പെടാൻ നല്ല മക്കളായി വളരട്ടെ, എത്തി മക്കളല്ലേ, റബ്ബിൻ്റെ കാവലുണ്ടാവും, മക്കളെ കാണുമ്പോൾ സങ്കടം. ഉമ്മാൻ്റെ ട്രെയിനിങ് നന്നായിട്ടുണ്ട്. ഒക്കെ ഷാജി പറയുന്നത് കേട്ട് ഓഫാകൂ എന്ന് പറയുന്നത് മാത്രമാണ് കേട്ടത്. കഷ്ടം ഷാജി ഫോഡ്. മക്കൾ നിരപരാധികൾ, പാവങ്ങൾ, അവർക്ക് എന്തറിയാം. ഉപ്പ ഇല്ലാത്ത മക്കൾ അള്ളാഹു കാക്കട്ടെ എന്നൊക്കെ പറയുന്നു. ഇതും ഈ കള്ളി ഷാജി ചെയ്യിക്കുന്നതായി എന്ന് തോന്നുന്നവർ, സ്വന്തം ഉമ്മ എത്ര ഭാവിയായാലും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ഇടുന്നുണ്ട്. കുറേ കടം കൊടുക്കാൻ ഉമ്മയുടെ അടുക്കൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്? ഇതിനകത്ത് പറയുന്നുണ്ട് 1 ലക്ഷം രൂപ ഇവർ കടം കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഇവർ എന്നിട്ടും വാടക വീടെടുത്ത് മാറുന്നില്ല എന്നൊക്കെയുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സ്, കടം കൊടുക്കുക ഉമ്മയുടെ അടുക്കൽ പൈസ ഉണ്ട് പിന്നെ എന്തിനാ ആ വീട്ടിൽ നിൽക്കുന്നത്, നിങ്ങൾക്കൊരു വാടക വീട്ടിൽ താമസിച്ചുകൂടെ എന്ന് പറയുന്നു. നാട്ടിലുള്ളവരെ മൊത്തം തെറിവിളിച്ച് നടക്കില്ലെന്ന് ഉമ്മാനോട് മോനൊന്ന് പറഞ്ഞു കൊടുക്ക്. ഉമ്മ അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. വായ പൊളിച്ചാൽ നിങ്ങളുടെ ഉമ്മ എന്നുണേ പറയുള്ളൂ, മക്കളെ വെച്ചിട്ട് ലാസ്റ്റ് തറവ്. പിന്നെ നിങ്ങളുടെ ഉമ്മ വായ പൊളിക്കൽ ദിക്കറാണല്ലോ ചെന്ന് ഒരുപാട് കേട്ടു മോനെ. അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ സങ്കടം അല്ലാതെ കൂടെ ഉണ്ടാകും. ഇങ്ങനെ കുറേയധികം സംഭവമുണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിനകത്ത് തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടൊരു കാര്യം, ഇത് ഇവർക്ക് എന്തൊക്കെയോ പാസ്റ്റിലുള്ള ട്രോമ. ഇവരുടെ നല്ല പ്രായത്തിൽ ഇവരുടെ 5 കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം ഇവരുടെ ഒരു നല്ല പ്രായത്തിൽ തന്നെ ഇവരുടെ ഹസ്ബൻഡ് നഷ്ടപ്പെടുന്നു, വിധവയാകുന്നു. അപ്പോൾ അതിനുശേഷം ഈ കുട്ടികളെ വളർത്തുന്ന ഒരു അമ്മയുടെ ഫ്രസ്ട്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഭർത്താവ് കൂടെ ഉണ്ടായിട്ട് ഭർത്താവ് ഇല്ലാതാവുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ പല രീതിയിലേക്ക് മാറാം. ഒരു വ്യക്തി ലോകത്തിൽ ക്രിമിനൽ ആവണമെന്ന് വിചാരിച്ചിട്ടോ, ഒരു വ്യക്തി ലോകത്തിൽ കൊലപാതകയാവണമെന്ന് വിചാരിച്ചിട്ടോ, മറ്റൊന്നും ആവണമെന്ന് വിചാരിച്ചിട്ടോ ജനിക്കുന്ന ആൾക്കാരല്ല. പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെ ആവുന്നത്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ എന്നൊക്കെയുള്ള ഇത് പറയുമല്ലോ, നമ്മുടെ ബെന്യാമിൻ പറയുന്നത് പോലത്തെ ആ ഒരു സാധനങ്ങൾ. അതുപോലെ തന്നെയാണ് എനിക്ക് ഇവരുടെ ലൈഫിനെ കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതാണ് എനിക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ ഇന്ന് മക്കൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം, ഇവരുടെ അമ്മയെ തെറി പറയുകയും ഒക്കെ ചെയ്ത ഇവരുടെ സാഹചര്യത്തിനെ കുറിച്ച് ഇന്ന് ഇവർ പബ്ലിക്കിലേക്ക് ഇടുന്ന സമയത്ത് ഇവർ അതിന് സപ്പോർട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മക്കളെ കൊണ്ട് ഇടപെടുത്തുമ്പോൾ ഈ മക്കൾ കുറച്ചുകൂടെ ഇച്ചിരി പ്രായം കൂടെ എത്തുന്ന സമയത്ത് ഈ സ്ത്രീയുടെ അവസ്ഥ ഇതിനെക്കാട്ടിലും വളരെ ദൗർഭാഗ്യകരമായിട്ട് മാറാനാണ് സാധ്യത. അതുമാത്രമല്ല, പബ്ലിക്കിലേക്ക് ഈ കുട്ടികളെ മൊത്തം കൊണ്ട് കാണിച്ചു. ഈ കുട്ടികളെ കാണിച്ച സമയത്ത് അവരുടെ പ്രൈവസി മൊത്തമായിട്ട് നഷ്ടപ്പെടുന്നു. ഈ കുട്ടികൾ ഇനി സമൂഹത്തിൻ്റെ അകത്ത് മറ്റ് പല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, വിദ്യാലയങ്ങളിൽ മറ്റുള്ള കൂട്ടുകാരാൽ ബുള്ളിയിങ്ങോ മറ്റുള്ള പല കാര്യങ്ങളോ ഒക്കെ ഏറ്റുവാങ്ങാൻ ഇത് തന്നെ ധാരാളം.
അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ മൊത്തത്തിലൊരു പരിഹാസപാത്രമാക്കാൻ വേണ്ടിയിട്ട് 5 കുട്ടികളെ ഇട്ടുകൊടുത്തുകൊണ്ട് സ്വന്തമായിട്ട് ഇവർ തല്ലുകയോ വഴക്കൂടുകയോ തെറിവിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇവർ വീട്ടുകാരുമായിട്ടൊക്കെ നടത്തുന്നതിന് നമുക്ക് ആർക്കും ഒന്നും പറയാനില്ല. പക്ഷേ ഈ കുട്ടികളെ കൊണ്ടുവന്നത് മാത്രമാണ് തുടക്കത്തിൽ പറഞ്ഞ കാര്യം. കുട്ടികളെയും കൊണ്ടുവന്ന് പബ്ലിക്കിൻ്റെ മറ്റൊരു സ്ത്രീയുണ്ട്, അവരുടെ ഹസ്ബൻഡ് മിമിക്രി ആർട്ടിസ്റ്റ് എന്തോ ആയിരുന്നു, അവരെന്തോ ഡിവോഴ്സിയായി. അതിനുശേഷം അവരും അവരുടെ മകളൊക്കെ കൂടെ വന്നിട്ട് നിരന്തരം, ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ആ പേരെനിക്കറിയത്തില്ല, എന്തോ ആത്മഹത്യാ പരിപാടിയൊക്കെ ലൈവിൽ കണ്ടു. ആ കുട്ടി ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഒരു മുഖഭാവവും അവരുടെ പെരുമാറ്റം ഇതൊക്കെ കണ്ടപ്പോഴേക്കും ആ കുട്ടിക്കും ഇതൊരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ലൈഫിലേക്ക് അതും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി. അതുപോലെ ഈ കുട്ടികൾ ഇതെല്ലാം കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു മനസ്സുകളാണ്, പിഞ്ച് മനസ്സുകളാണ്. അവരെയും കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടത്, ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതിനെ വെച്ചിട്ട് വീണ്ടും കുടുംബ പ്രശ്നത്തിനെ സോഷ്യൽ മീഡിയക്കകത്ത് കൊണ്ടിട്ട് അലക്കി വെളുപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടികളുടെ ഫ്യൂച്ചറിനെ തകർത്തുകൊണ്ട് സമൂഹത്തിൻ്റെ അകത്ത് ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ നാശക്കോട്ടയാക്കിക്കൊണ്ട് ഏതൊരമ്മയും അങ്ങനെ ചെയ്യുന്നതിനോട് യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഏതൊരച്ഛനാണെങ്കിലും ഏതൊരമ്മയാണെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെ ഉണ്ടാക്കിയാലും നിങ്ങൾ ആരെ വെല്ലുവിളിക്കുന്നോ, ആരുടെ നിങ്ങൾ എന്ത് പറയാൻ ശ്രമിക്കുന്നോ, നിങ്ങളെ കൈകൊട്ടിച്ചിരിക്കാനും അതിനെ ലൈക്ക് അടിക്കാനും കൂടെ നിൽക്കാനും എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ടെന്ന് ഉള്ള ഒരു ഇത് കാരണം ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് എന്നും തുണയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റായി പോകും. കാരണം ഏറ്റവും വേസ്റ്റ് ആൻഡ് ബാഡ് പാരൻറ്റിങ് ആണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷകർത്താക്കൾ എങ്ങനെ ആകരുത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ പബ്ലിക് മീഡിയക്കകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് സ്വന്തം മക്കളെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെളിവാരി എറിയുന്നതിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ അവസ്ഥകൾ പറയൂ, ബുദ്ധിമുട്ടുകൾ പറയൂ, നിങ്ങളുടെ സാഹചര്യത്തിനെ കുറിച്ച് പറയൂ. പിന്നെ ഈ സ്ത്രീയുടെ കാര്യം ഞാൻ അവരെ മനസ്സിലാക്കിയത്, ഇവരുടെ ലൈഫിൻ്റെ അകത്ത് നടന്നിട്ടുള്ള വളരെയധികം ഗുരുതരമായ പ്രശ്നങ്ങൾ കാരണം ആ സ്ത്രീക്ക് എന്തൊക്കെ അഫക്റ്റഡ് ആയിട്ടുണ്ട്, അവരെ മെൻ്റലി ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റഡ് ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അവരുടെ സംസാര ശൈലി തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗി എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മെൻ്റലി അഫക്റ്റഡ് ആവാം പല സാഹചര്യങ്ങൾ, ഹസ്ബൻഡ് ഇല്ല, പിന്നെ വീട്ടുകാരാൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടിട്ടുണ്ടാവാം, മറ്റ് പല കാരണങ്ങളുണ്ടാവാം. അതെല്ലാം കാരണം ഒരു സ്ത്രീയുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ, അവരുടെ ആ ഒരു നിരാശ, അവരുടെ ലൈഫിൻ്റെ അകത്ത് അവർക്ക് എന്തൊക്കെയോ ആവണമെന്നോ എന്തൊക്കെയോ ഇഷ്ടം ഉള്ള ജീവിതത്തിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിച്ച് അതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ പെയിനും വേദനയും മൊത്തം അവർക്ക് ഇന്നൊരു ഫ്രസ്ട്രേഷൻ ആയിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇതിങ്ങനെ തീർക്കുകയാണ്. അത് കാണുമ്പോൾ ഒരു വ്യക്തികളും ഇവരെ നല്ല രീതിയിലായിരിക്കില്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരാൾ പോലും ഇവരെ നല്ല രീതിയിലായിരിക്കില്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മനുഷ്യൻ നമ്മളിപ്പം തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലും റോഡിലൂടെ പോകുന്ന സമയത്ത് എവിടെ 2 മൂന്ന് കിടന്ന് അടി കൂടുന്നു, തെറി വിളിക്കുന്നു, മുണ്ടുപൊക്കി കാണിക്കുന്നു, പച്ച തെറി വിളിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണോ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്? ഒരിക്കലുമല്ല. അത് കാണുന്നു, അതൊരു വിനോദം പോലെയാണ് ആ പരിപാടി. മനുഷ്യൻ്റെ സാഡിസ്റ്റ് മെൻറ്റാലിറ്റി തന്നെയാണ് അത് കാണാനുള്ള പ്രേരണയും. അതുകൊണ്ട് ഈ സ്ത്രീ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത അവർ 5 കുഞ്ഞുങ്ങളെയും പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഇങ്ങനെ കാണിച്ച് കൂട്ടുന്ന ഈ ഒരു പരിപാടിയോട് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളതൊക്കെ ഒരു കോണ്ടന്റിന് വേണ്ടി കാണിക്കുന്നതെങ്കിലും നമുക്ക് പറയാം. അവർ തെറി വിളിക്കുകയോ അമ്മയോ അവരൊരു തെറി വിളിക്കുകയോ ലൈവ് ഇടുകയോ വീഡിയോ ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷേ അവർ യൂട്യൂബറാണല്ലോ, അവർ യൂട്യൂബർ എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഇതിനെ ഒരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പറ്റുക? ഇനി വേണമെങ്കിൽ കുറേ ആൾക്കാർ ഇതുപോലെ ജീവിതം നഷ്ടപ്പെട്ടോ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടോ നിൽക്കുന്ന, ഇതിനെക്കാട്ടിലും വളരെയധികം തീരാൻ നഷ്ടങ്ങളിലും കഷ്ടപ്പാടിൽ നിൽക്കുന്ന പല ആൾക്കാരും നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട്. അവരാരും ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവരുടെ അഭിമാനത്തിന് വിറ്റുകൊണ്ടൊന്നും ഇത് ഇങ്ങനെ പരിപാടിക്ക് ഇറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരിക്കലും ഒരു മാതൃകയല്ല, അഭിലഷണീയമായ ഒരു കാര്യമല്ല, സമൂഹത്തിന് ഒട്ടും നല്ലതിനുമല്ല. ആ തലമുറയെ അവിടെ നിൽക്കുന്ന ആ 5 കുട്ടികളെയും ലൈഫിനെയും നശിപ്പിക്കുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇതിൻ്റെ പേരിൽ അവർ തെറി വിളിക്കുകയോ മറ്റെന്ത് പറയുകയോ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വിളിക്കാം, എന്ത് വേണമെങ്കിൽ പറയാം. ഞാൻ വലിയ പെർഫെക്റ്റ് പേഴ്സൺ ആണെന്നല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, വേണമെങ്കിൽ എനിക്ക് ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യാം. നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമല്ല. ബട്ട് ഈ ഒരു കാര്യം കാണിക്കുന്നത് ആ കുട്ടികളുടെ ലൈഫിനെ തകർത്തുകൊണ്ടാവരുത്, അവരുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഉള്ള സാഹചര്യം നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാവരുത് എന്ന് മാത്രമാണ് റിക്വസ്റ്റ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ വീണ്ടും ബൈ.